നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാൻ കിടക്കണം ഇവിടെ. ഓ എന്റെ ദൈവമേ, കല്യാണത്തിന് മുമ്പ് എന്തെല്ലാം വിളികളായിരുന്നു. ചക്കരെ, പാനെ, തേരെ, പൊന്നെ. അയ്യ വിളിച്ചിട്ടുണ്ട്, സത്യം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടണം, നമ്മൾ കമ്പനിക്കാർ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പറയും അതിനെപ്പറ്റി പറയത്തില്ലേ? അതുപോലെ പറഞ്ഞ അത് കയറി വിശ്വസിക്കാൻ കൊള്ളാം. മനുഷ്യ, ആ വീടിന്റെ കാര്യത്തിൽ ലോൺ ഇടപാടാക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി? എനിക്ക് അതിന്റെ സൗകര്യം എന്റെ വീടിന്റെ കാര്യത്തില് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു കിടപ്പാടം വേണം. ഇപ്പൊ നമുക്ക് കിടപ്പാടില്ലേ? ഇപ്പൊ ഇരിക്കുന്ന പഴയ വീടില്ലേ, ഞാൻ പോയ കാലത്ത് പഴയത് പഴയത് കിടക്കാൻ പറ്റൂ, നീ കിടന്നാ മതി. അല്ലെ കിടക്കണം. എന്റെ ദൈവമേ, ലോകത്തുള്ള മണ്ടന്മാരായ കഴുതകൾക്ക് വരെ കേറി കിടക്കാൻ ഒരു കിടപ്പാടം വേണമെന്ന് ആഗ്രഹിക്കും. സുരാജ്, നിങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. എന്താ പറഞ്ഞ വൈഫ് എന്താ പറഞ്ഞ? അത് പിന്നെ പറയാം, കഴിയട്ടെ. സുരാജേട്ടാ. എന്തോന്ന് സുരാജ് ചേട്ടാന്ന്? എന്നെക്കാളും 10, 100, 120 വയസ്സ് കൂടുതലുള്ള ഇതാണ്. അതെ, സുരാജ് എന്ന് വിളിച്ചാ മതി. സുരാജേ, ഭ്രാന്തി ഇതാരാന്നറിയാവോ? ആരെങ്കിലും ആകട്ടെ, ഈ മനുഷ്യനുണ്ടല്ലോ ബാങ്കിൽ പോയി ലോൺ റെഡിയാക്കി വീട് വെക്കണ കാര്യം പറഞ്ഞിട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ല, അറിയാവോ? എന്റെ പൊന്ന് ചേട്ടാ, നിങ്ങളെ കെട്ടിയോളല്ലേ, അങ്ങനെ ബാങ്കിൽ നിന്നൊക്കെ ഒരു ലോൺ എടുത്ത് ഒരു പുതിയ വീട് വെച്ചുകൂടെ? എന്റെ പൊന്ന് സാറേ, എനിക്ക് വലിയ സൗകര്യമൊന്നുമില്ല, എനിക്ക് കാര്യമില്ല. എനിക്ക് പഴയ വീട്, ഞാൻ ആ പഴയ വീട്ടിൽ കിടന്നോളാം. പിന്നെ എന്നാലും ഒരു പുതിയ ഒരു വീട് വെക്കേണ്ടത് നല്ല കാര്യം അല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല എഞ്ചിനീയറെ കണ്ടൊരു പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഞ്ചിനീയറിംഗ് എനിക്ക് പരിചയമൊന്നുമില്ല, എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ പരിചയത്തിൽ നല്ലൊരു എഞ്ചിനീയർ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ പുള്ളിയെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പോയി കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും. അങ്ങനെ പരിചയത്തിലുള്ള ചേട്ടാ പ്രശ്നം തീരുമെങ്കിൽ അങ്ങനെ അങ്ങ് തീരട്ടെ. പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ നീ പോയി സംസാരിക്കണം, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് സമയമില്ല, എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ. പിന്നെന്താ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇങ്ങോട്ട് വന്ന്. അതെ, ഈ വീട്ടില് വൈഫൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങ് മിണ്ടാതിരിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, നല്ല ഇടിയും മഴയൊക്കെ വരുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്, അതുപോലെ അങ്ങ് ഓഫ് ചെയ്യുന്നത്. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മിണ്ടായിരുന്നാ മതി, അത്രേ ഉള്ളു കാര്യം. ശരി, നമുക്ക് പൊളിക്കാം, വീട് വെക്കാം കേട്ടോ. അപ്പൊ മറ്റേ എഞ്ചിനീയറെ ഞാൻ പരിചയപ്പെടുത്താം, നിങ്ങൾ പുറകിലേക്ക് നിന്നോളൂ, നമ്മൾ പരിപാടി കഴിയുമ്പോൾ വരാം. എനിക്ക് വീട് വെക്കണമെന്നുണ്ട്, പക്ഷെ ഇവിടെ കാണുമ്പോൾ വെക്കാൻ തോന്നത്തില്ല. ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. എങ്ങനെ നിങ്ങൾ അവരെ കണ്ടോട്ട് വട്ടം കറങ്ങിക്കുമല്ലോ. ഇവിടെ വന്ന ഗസ്റ്റിനെ ഇങ്ങോട്ട് വിളിക്കാനുള്ള സമയമായി. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സാനിയ അയ്യപ്പനാണ്. അയ്യോ, ഈ സമയത്ത് സാനിയ അയ്യപ്പൻ, ഞാൻ സ്വാമി അയ്യപ്പൻ. കാരണം ഇലക്ഷൻ പ്രചരണം സമയത്ത് ശബരിമല ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. എന്തായാലും സാനിയ അയ്യപ്പൻ നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം സാനിയ. താങ്ക് യു. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് സന്തോഷം. കാരണം ക്യൂൻ എന്ന സിനിമ ഞാൻ കണ്ടു, ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു, നല്ല ഉഗ്രം സിനിമയായിരുന്നു. അതിന്റെ ഡയറക്ടറെ ഞാൻ വിളിച്ചു, ഒരുപാട് സന്തോഷം. പ്രേതം 2 ഞാൻ കണ്ടു, അടിപൊളിയായിരുന്നു. സ്പെഷ്യലി ആ റോപ്പിൽ തൂങ്ങിയിട്ടുള്ള ഡാൻസ് സൂപ്പർ. പിന്നെ ഡാൻസ് സാരിയുടെ ഏരിയ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എങ്കിലും സൂപ്പറായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആവേശത്തോടുകൂടി ജനം ഇങ്ങനെ കാത്തിരുന്ന ഒരു സിനിമ റിലീസായി. അതും പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ, ലാലേട്ടൻ നായകനായി, മഞ്ജു വാര്യർ നായികയായി, ടൊവിനോ തോമസ്, വിവേക് ഒബ്രോയ് എന്നീ നീണ്ട താരനിര തന്നെ ഉള്ള ഒരു സിനിമയായിരുന്നു. അതിപ്പോൾ ഇരു കൈ നീട്ടി ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ലൂസിഫറിൽ ഒരു അതിഗംഭീര വേഷമാണ് മഞ്ജു വാര്യരുടെ മകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉഗ്രൻ റിസൾട്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എന്നെ പോലത്തെ ഒരു ന്യൂ കമ്മറിന് ലൂസിഫർ എന്നൊരു സിനിമ ഒരിക്കലും ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ദിവസം രാജുവേട്ടൻ എന്നെ വിളിക്കുന്നു, മീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് ഇതിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മഞ്ജുച്ചിയുടെ മോളായിട്ടാണ്. അപ്പോൾ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ക്വീനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ലൂസിഫറിൽ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ക്വീൻ ഇറങ്ങിയപ്പോൾ എനിക്ക് കുറേ ട്രോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത സിനിമയ്ക്ക് എനിക്ക് ഇത്ര അധികം നല്ല റിവ്യൂസ് കിട്ടുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 2019 വർഷത്തിൽ സാനിയയ്ക്ക് 3 കോൾ വരികയാണ്. 3 പേരാണ് വിളിക്കുന്നത്. ഒന്ന് പൃഥ്വിരാജ്, നിവിൻ പോളി, നമ്മുടെ സ്വന്തം DQ. ഈ 3 പേരുടെ നായികയാകാൻ വേണ്ടിയിട്ടാണ്. ഏത് സെലക്ട് ചെയ്യും ഒരേ ഡേറ്റ് ആണെങ്കിൽ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പറയും. സത്യം പറയണമല്ലോ. സത്യം പറയണം. സത്യം പറയണമെങ്കിൽ എന്ത് ഉൾക്കാരനോട് അഭിനയിക്കും. രാജേട്ടൻ മനസ്സിലാക്കിക്കോളും. രാജേട്ടൻ മനസ്സിലാക്കും. നിവിനെ പിന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ DQ കാരണം fan പറഞ്ഞ് ആണ്. മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്ന ഫാനാണ് ഓ, വലിയ. അതുകൊണ്ട് നമുക്കിന്ന് മറ്റു ചില അതിഥികളും കൂടി ഉണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപ് സാനിയെ കുറച്ച് സമയം യെസ്, ഞാൻ ഇവിടെ ഇരിക്കാം. യെസ്. ഇതിലേ വരു നീ മധുചന്ദ്രികയേ, ഇവരിൽ ഇനി നിൻ മധുരം മതി. ഇനി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമ സംവിധാനം ചെയ്ത ടോം ഇമ്മറ്റിയുടെ 2ാമത് ചിത്രമാണ് ഗാംബ്ലർ. ഗാംബ്ലർ എന്ന സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാനായിട്ട് എത്തുകയാണ് മറ്റാരുമല്ല, അതിൻ്റെ നായകൻ ആൻസൺ പോൾ ആൻഡ് ഡയാന. दुनिया को खुद से अलग करके रख लूंगा तुझको मैं हक करके I wanna say you मैं तेरा ना सोनिए तेरे नाल नाल नी क्योंकि मैं तेरा बॉयफ्रेंड तू मेरी गर्लफ्रेंड ओ मन कहंदी ना 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 उत्ते जा मेरी गल तू सुन ले ओ मन कहंदी ना 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 KQ എന്ന സിനിമയിലൂടെയാണ് രംഗപ്രവേശം, അഭിനയ രംഗത്തേക്ക് കടന്നത്. ഓക്കെ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ആഡ് ടു, ഇപ്പോൾ ലാസ്റ്റിൽ വന്ന് നിൽക്കുകയാണ് ഗാംബ്ലർ. അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാട്ടെ. ഗാംബ്ലർ എന്ന് പറഞ്ഞ സിനിമ ടോം ഇമ്മറ്റിയുടെ സിനിമയാണ് മെക്സിക്കൻ അപാരതയ്ക്ക് ശേഷം. ഇതൊരു ഫസ്റ്റ് സൂപ്പർ ഹീറോ സിനിമയാണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. പക്ഷേ ഇതൊരു ഫാമിലി ഡ്രാമ സിനിമയാണ്. ഒരാളിതാ ഇവിടെ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഡയാനയെ എല്ലാ താരങ്ങൾക്കും ഒരുപക്ഷെ ഡയാനയെ അറിയാം അല്ലേ? ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു നല്ല അവസരം. അതെ, ഈ മിക്ക ഫിലിം അവാർഡ് നടക്കുമ്പോഴും റെഡ് കാർപ്പറ്റ് കൈകാര്യം ചെയ്യുന്നത് ഡയാനയാണ്. അശ്വതി വന്നുടനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവളൊക്കെ സിനിമയിൽ കയറി ക്ലച്ചായി അങ്ങ് പോണേ, അങ്ങ് നിൽക്കരുതേ, കാരണം ഇതൊക്കെ അടുത്ത റെഡ് കാർപ്പറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടിക്ടോക്കിലൂടെ നമ്മുടെ മുന്നിൽ ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് വന്നിട്ടുള്ള ഒരു കുഞ്ഞു മിടുക്കിയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. സ്വത്തുമണി എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന UV പ്രസന്നൻ. മുത്തുമണി രാധേ മുത്തു മുത്തു രാധേ കുത്തിലഞ്ഞി പൂത്തു എത്തി വസന്തം. ആരാ സ്വത്തുമണി ഈ വേഷത്തിലാണോ ഫുൾ ടൈം നടപ്പ്? ഇത് ആരായിട്ടേ വന്നിരിക്കണേ? മോളെ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? പബ്ലിക് സ്കൂൾ. അതെവിടെയാ? മാർക്കറ്റ് റോഡ്. അതുപോലും അറിഞ്ഞൂടെ? മാർക്കറ്റ് റോഡിലാണ്. മാർക്കറ്റ് റോഡ്. സുരാജേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് ക്യാരക്ടർ ദശമൂലം ദാമുവായിട്ടാണ് നമ്മുടെ സ്വത്തുമണി വന്നിട്ടുള്ളത്. ദശമൂലം ദാമുവിന് അത്രയ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടം തന്നെ. സ്കൂളിൽ ഇതൊക്കെ ചെയ്യുമ്പോ പിള്ളേരൊക്കെ എന്തു പറയും? ടീച്ചർമാരൊക്കെ നന്നിട്ടുണ്ട് പറയും. മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? UKG. 5 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ, വളരെ ചെറിയ പ്രായമാണ്. മോള് നിസ്സാരക്കാരിയൊന്നും അല്ല കേട്ടോ, കാരണം ഇപ്പോൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ മൊത്തം എത്ര സിനിമയിൽ മോൾ അഭിനയിച്ചു? 3. ഏതെല്ലാം സിനിമയാ? ഒന്ന് സരയും ഞാനും, ഒന്ന് തമിഴ്, ഒന്ന്
വേറൊരു സിനിമ. വലുതാവുമ്പോ മോൾക്ക് എന്താവണമെന്നാണ് ആഗ്രഹം? പോലീസ്. അടിപൊളി. ഇതുപോലെ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ല? ഉണ്ട്, പക്ഷെ പോലീസായി അഭിനയിക്കണ്ടേ? അഭിനയിക്കണ്ടേ? അതേപോലെ അഭിനയിക്കണ്ടേ? നടന്മാരെയൊക്കെ അറിയോ? നടിമാരെയൊക്കെ അതിൽ ആരെ ഏറ്റവും ഇഷ്ടം? ലാലേട്ടനെ. മോക്ക് ഈ വീഡിയോസ് ഒക്കെ സെലക്ട് ചെയ്ത് തരണ ആരാ? അമ്മയാണ് സെലക്ട് ചെയ്ത് തരണ. ദശമൂലം ദാമുവിന്റെ ഞാൻ സ്വന്തമായി വരച്ചത്. ദശമൂലം ദാമുവിന് ഇഷ്ടമാണല്ലോ. ഇഷ്ടാണ്. ഇപ്പൊ ദശമൂലം ദാമുവിന്റെ പെർഫോമൻസ് ഒന്ന് ചെയ്യാവോ? ഓ ചെയ്യാം. എന്താ ചെയ്യാൻ പോണേ? നോക്കട്ടെ. ഡയലോഗ് വെക്കണം. ഡയലോഗ് വെച്ചിട്ട് എന്താ ഈ ചേട്ടന്മാരെന്താ അവിടെ ചെയ്യുന്നത്? വേഗം ഡയലോഗ് വെച്ചേ. ഈ ഇടിവെട്ട് സോണിന് അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. എന്ത് പറ്റിയാളിയാ? എന്ത് പറ്റിയെന്നു? ലിസ്റ്റ് എടുക്കാം. ആളിയനെ തല്ലിയോമാരുടെ പേരും മേൽവിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കും. നിനക്ക് തന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താ അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവ് എന്താ? എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ. ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും? തേങ്ങാ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ. അതല്ല ഇട കുട്ട ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ കൂടെ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ? ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം. നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. വാ വർക്കി കുഞ്ഞെ, ഇങ്ങ് കേറിയിരിക്കേ. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. പേരിട്ടവനെയൊക്കെ വെട്ടി കൊല്ലണം. സൂപ്പർ കേട്ടോ. കൊത്തുമണി സുരാജേട്ടൻ ചെയ്തത് നന്നായിട്ട് ചെയ്തു. മുത്തുമണിപ്പൂവൽ തരാം, അല്ലിത്തളിരാടത്തരാം, മുത്തുമണിപ്പൂവൽ തരാം, അല്ലിത്തളിരാടത്തരാം. അല്ല, ആദ്യമായിട്ടാണ് ഇത്രയും ഒരു കുഞ്ഞു കുട്ടി ഇത് ഇത്രയും കാണാതെ പഠിച്ച് കറക്റ്റ് ലിപ്പിൽ പറയുന്നത്. അതിന് പ്രത്യേക അഭിനന്ദനം എന്റെ പൊന്നുമോളു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ദശമൂലം ദാമു സിനിമ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മോളെ ഞാൻ വിളിച്ചിരിക്കും അതില്. ഓക്കെ, ഇപ്പൊ മോൾക്ക് നമുക്ക് ഒറിജിനൽ രൂപത്തിലൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഈ മീശയൊക്കെ മാറ്റിയിട്ട് നല്ല സുന്ദരി കുട്ടിയാണ്. ആ നല്ല ഫ്രോക്കൊക്കെ ഇട്ട് അതിൽ ഓടി നടക്കായിരുന്നു. വേദന എടുക്കുമായിരിക്കും. പശു ചൊട്ടിച്ച് വെച്ചിരിക്കല്ലേ. പാട്ട് പാടുവോ മോള്? വേറെന്താ? ഡാൻസ് ചെയ്യോ? ശരി, പാട്ടിടട്ടെ. അപ്പൊ മോള് പോയി മേക്കപ്പ് ഒക്കെ മാറ്റിട്ടു കേട്ടോ, എന്നിട്ട് ഡാൻസ് ചെയ്യാം. ഓക്കെ, സൂപ്പർ. എല്ലാം റെഡിയാ. നല്ല സന്തോഷത്തിലാ വരവ്. ഓ, സമാധാനായി സാറേ. എല്ലാം ഓക്കെ ആയി. വീടിന്റെ കാര്യം എല്ലാം ഓക്കെ. പ്രശ്നം എല്ലാം ഓക്കെ. ഓക്കെ, നന്നായി. ആരൊക്കെ ആക്കി? ഞാൻ അയാളോട് പറഞ്ഞ് സംസാരിച്ച് ഓക്കെ ആക്കി. ഇയാൾക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടോ? അതെങ്ങനെ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലോ. എന്തൊക്കെയായാലും ഹസ്ബൻഡാണ്. ഇത്രയും ആൾക്കാർ മുമ്പ് വെച്ച് വിദ്യാഭ്യാസം എല്ലാം സ്കൂളിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തു. പോട്ടെ, ഇനിയിപ്പോ ഇല്ല അതിൽ ഇനി ടെൻഷൻ അടിക്കണ്ട. അത് പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചിട്ടില്ല. പക്ഷെ പഠിക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, എന്ത് പറ്റിയതാ? 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ സാർ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ട്. എന്റെ ദൈവം, 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട് എന്തായിരുന്നു? എന്റെ അടുത്തിരുന്ന കുട്ടി ചുമച്ച് അതിനെ എന്നെ ഇറക്കി വിട്ടു. ദൈവമേ, അടുത്തിരിക്കുന്ന ഒരു കുട്ടി ചുമച്ചതിന് തൊട്ടടുത്തിരുന്ന ഇദ്ദേഹത്തിനെ ഇറക്കി വിട്ട ആ സ്കൂളിന്റെ അധ്യാപകനെ എനിക്ക് കാണണം. ഭയങ്കര മോശമാണ്. അടുത്തിരിക്കുന്ന കുട്ടിയാ, അതെങ്ങനെ ചുമച്ചത്? ഞാൻ സിഗരറ്റ് വലിച്ചിട്ട് മുഖത്തോട് ഊതിക്കൊടുത്തു. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സിഗരറ്റും കൊണ്ട് കയറിയിരിക്കുന്നു. കൂട്ടുകാരൻ തന്ന അന്തരം വലിച്ച് ക്ലാസ്സിൽ നിന്ന് വലിച്ചങ്ങ് ഊതി. സുരാജിന് അറിയാവോ, എന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഭാര്യമാര് വീടിന്റെ വിളക്കാണെന്നാ. കറക്റ്റ്. ഭാര്യമാർ എന്ന് പറയുന്ന ഭാര്യ എന്ന് പറയുന്ന വീടിന്റെ വിളക്ക് തന്നെയാണ്, യാതൊരുവിധ സംശയമല്ല. അത് ശരിയാണ്. ഈ പറയുന്ന ഇവിടെ അച്ഛൻ എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിച്ചു നോക്കിയേ. അല്ല, പറ. എന്റെ അറിവ് 5-8 എണ്ണം ഉണ്ട്.
ഒരു കാര്യം ഞാൻ കൂടെ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഭാര്യമാരെന്ന് പറയുന്നത് വീടിന്റെ വിളക്കാണ്. എവിടെ അച്ഛനെ സംബന്ധിച്ചോളം കാർത്തിക വിളക്കാണ്. കാർത്തിക വിളക്ക് വെച്ചാലും തീരാത്ത രീതിയിലുള്ള വിളക്കുകളാണ് എവിടെ അച്ഛനുണ്ട്. അതെ, നിങ്ങളുടെ വീടിന്റെ പ്രശ്നം തീർന്നു. വീടിന്റെ പ്രശ്നം എല്ലാം തീർന്നു. ഞാൻ എഞ്ചിനീയറിനെ കണ്ട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പൊ ഹാപ്പി ആയില്ലേ? ഹാപ്പിയായി. ശരി ശരി. അപ്പൊ അവരോടൊന്ന് പറഞ്ഞിട്ട് പാടി. അതെ, ഞങ്ങളിപ്പോ പുതിയ വീട് വെക്കാൻ പോകുക. പെരവാസോലിക്ക് എല്ലാരും വരണം. ഫ്രിഡ്ജോ ടിവിയോ എന്തെങ്കിലും കയ്യിൽ കൊണ്ടുവരണം, മറക്കല്ലേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പോരെ? എവിടെ അച്ഛനും ഭാര്യമാരും വരും. കാർത്തിക വിളക്കാന്ന് ആരും തെറ്റിദ്ധരിക്കും. ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നോണം കുടിച്ചാ നിന്റെ അച്ഛനാടി എന്നെ എഞ്ചിനീയർ എന്തായാലും പ്ലാൻ വരയ്ക്കാൻ പോവുകയാണ്. ആ പ്ലാൻ എന്ത് തരത്തിലുള്ള പ്ലാൻ ആവും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ ആ അശ്വതി പറഞ്ഞതിന്റെ പേര് എഞ്ചിനീയറെ പോയൊന്ന് കണ്ടെന്നല്ലാതെ ആ പ്ലാൻ വരപ്പിക്കായിട്ട് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കുകയായിട്ട് ബാങ്കിൽ പോയി ലോൺ റെഡിയാക്കായിട്ട് മുനിസിപ്പാലിറ്റി പോയി കര അടയ്ക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു. ഇങ്ങനെ ഒരു മെനമുടിഞ്ഞ എന്റെ കെട്ട് നിങ്ങൾ ഒരു കാലത്ത് നന്നാകത്തില്ല. എന്താ? ആഹാ, എത്തിയോ? പ്ലാൻ വരപ്പിച്ചോ? പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്ത് സാങ്ഷൻ മേടിച്ചോ? ബാങ്കിൽ പോയി ലോൺ എടുത്തോ? മുനിസിപ്പാലിറ്റി പോയോ? കര അടച്ചോ? പറ്റിയിട്ട് മേടിച്ചോ? എന്തെങ്കിലും ഒന്ന് ചെയ്തോ? എന്റെ വത്സല, നിന്റെ കെട്ടിയോ ഞാനല്ല. പഴം പുഴുങ്ങിയ പോലെ ഇരിക്കുന്ന ഇവനെ കണ്ട? പഴല്ല, വടി വിഴുങ്ങിയ പോലെ ഇരിക്കുവോ? മെനവട്ട മനുഷ്യൻ. ഓ, ഈ കസേര എടുത്തിട്ട് പുറത്തിട്ടത് നന്നായി, അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു വീഴുമ്പോ കസേര കൂടെ പൊട്ടിയേനെ. ഇരിക്കുന്നു കുന്തം വിഴുങ്ങിയ പോലെ. ഓ എന്റെ പൊന്നോ, എന്നാലും തന്റെ പെണ്ണുമ്പിള്ള ഇത്രയും തെറി വിളിച്ച് ചീത്തയും പറഞ്ഞിട്ട് താൻ ഒരു അക്ഷരം മിണ്ടിയില്ലൂടോ. അല്ല, പെണ്ണുമ്പിള്ള ഇത്രയും ചീത്ത പറഞ്ഞിട്ട് താനൊന്നും മിണ്ടിയില്ലോന്ന്. അതെങ്ങനെയാ? 2 കിലോ പഞ്ഞു കുത്തി കയറ്റി വെച്ചാൽ പടക്കം പൊട്ടിയാലും കേൾക്കൂലല്ലോ. അതെ, ഞങ്ങൾ രണ്ടുകൂടെ ആ മറ്റേ പരിപാടി നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, എവിടെ? കോമഡി മറ്റേ ഇതേ കോമഡി നൈറ്റ്, അവിടെ പോയായിരുന്നു. അപ്പൊ ഈ സുരാജിന്റെ അടുത്ത് സംസാരിച്ചപ്പോ എവിടെ ഇതുമാതിരി സംസാരിക്കുന്ന കേട്ടപ്പോഴേ സുരാജ് എന്നൊരു ഐഡിയ പറഞ്ഞു. എന്താ ഐഡിയ? അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മുടെ ഒരു കാര്യം നമ്മുടെ കുടുംബം അപ്പോൾ ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലെന്ന് മനസ്സിലായില്ല. അപ്പൊ അതിന് പകരമാണ് ഞാനിപ്പോ ഈ പഞ്ഞു വെച്ച് ചെവിയും കിടക്ക്. അവള് പറയുമ്പോൾ കേൾക്കപ്പോഴല്ലേ ഞാൻ മറുപടി പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പിന്നെ പഞ്ഞു വെച്ചത്. എന്നാലും തന്നെ സമ്മതിക്കണം. അല്ല, ഇനി ഇതുപോലെ സ്വസ്ഥമായ കുടുംബജീവിതം ഉണ്ടാവാനായിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നല്ല സ്റ്റൈൽ ഒരു ടിപ്സ് ഉണ്ട്. ഏതാത്? ലിപ് ലോക്ക്. ഈ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ വൃത്തികേട് പറയല്ലോ. അതെന്താ വൃത്തികേട്? ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉള്ള ഇതല്ലേ പറയണ? അയ്യടാ, കഥയുള്ളൂ ചിന്ത. അതല്ല പറഞ്ഞത്, നമ്മുടെ ഭാര്യമാരുടെ ലിപ്പ് ഉണ്ടല്ലോ, ചുണ്ട്, അതങ്ങ് ലോക്ക് ചെയ്യണമെന്നാ പറഞ്ഞത്. ഭാര്യമാരുടെ ചുണ്ട് നമ്മളെങ്ങനെ ലോക്ക് ചെയ്യും? അത് ഞാൻ പറഞ്ഞുതരാം. ചായക്കത്തെ ഫെവിക്കുക്ക് കലക്കി അങ്ങോട്ട് കുടിപ്പിക്കണം. അപ്പം ചുണ്ട് മാത്രമല്ല അണ്ണാക്ക് വരെ കുട്ടിക്കണം. ഒന്ന് പോടോ മനുഷ്യൻ. ദൈവമേ, ഇയാൾ ഇതുവരെ പഞ്ഞു വെക്കരുത്. പഞ്ഞു വെക്കരുതില്ലെന്നു കഞ്ഞിയല്ല മനുഷ്യ, പഞ്ഞു വെക്കരുതെന്ന് ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മനുഷ്യ? ഒരു വിഷു ദിവസമായിരുന്നു നമ്മുടെ കല്യാണം. നല്ലത് ഓർക്കുന്നുണ്ടോ? അതെങ്ങനെ മറക്കും? വിഷുവിന് എല്ലാവരും കണി വെക്കും. എവിടെ അച്ഛൻ ഒരു കെണി വെച്ചു, അതിൽ ഞാൻ വീണു. അതാണ് സത്യം. നമ്മളെ വിഷു എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമുള്ള സമയമാണല്ലോ. അങ്ങനെ പറഞ്ഞുകൊടു. സന്തോഷം വരുന്ന സമയമാണ് വിഷു. പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഈ വിഷവും ഇവിടെ അച്ഛൻ ഈ വീട് വിട്ടു പോകണം. ഞാനും എന്റെ അച്ഛന് വിഷമല്ലേ? എന്റെ അച്ഛൻ ഇതിന് മറുപടി പറഞ്ഞു. എന്റെ അച്ഛൻ വരുന്നുണ്ട്. അറിയാലോ അച്ഛന്റെ കാര്യം. ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം അങ്ങ് മാറും. അങ്ങാരല്ലാത്ത രീതിയിലാണ് പിന്നെ സംസാരിക്കുന്നത്. എന്റെ കൂടിനെ ഒരു 5 മിനിറ്റ് ഇവിടെ നിന്നു. എന്റെ പൊന്നെ, പല പ്രാവശ്യം നിങ്ങളുടെ അച്ഛന്റെ കൂടെ ഞാൻ നിന്നതാ. എനിക്ക് അനുഭവിക്കാൻ വയ്യ. നിങ്ങളായി നിങ്ങളുടെ പാടായി. സുധാകര, എന്തോ എന്തുവാണ് ഇവിടെ കിടന്നു ഒരു അലോസരം? ഇല്ല, ഒരു വീടല്ലോ ഇത്. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാൻ പാടുണ്ടോ? എന്താ ഇവിടെ നിന്റെ പ്രശ്നം? എന്താണ്? ഒരു പ്രശ്നമില്ല. ഇവിടെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. വീട് പണിയുടെ കാര്യം ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തുവായി വീട് പണിയൊക്കെ? വീട് പൊളിക്കണം, അത് കഴിഞ്ഞാൽ ദ്രുതഗതി പണി നടക്കണം. ദ്രുതഗതി പണി നടത്തണം. ആഗ്രഹം. എല്ലാ ആണുങ്ങളും അങ്ങനെയാണ് കുടുംബം നോക്കുന്നത് കേട്ടോ. മേസ്ത്രിമാരെയൊക്കെ ഏർപ്പാട് ചെയ്തോ? മേസ്ത്രിമാരൊക്കെ വീട് പണി പിന്നെ പൊളിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ വരും. ഇന്ന് പൊളിച്ചാൽ നാളെ വരും. മേസ്ത്രി വരും. പക്ഷെ ഒറ്റ ഒരെണ്ണത്തിനും വിശ്വസിക്കരുത്. മേസ്ത്രിമാരെല്ലാം പറ്റിക്കും നമ്മളെ. അതുകൊണ്ട് കൂടെ നിന്നോണം. പണ്ട് ഞാൻ താജ്മഹൽ പണി കഴിച്ചപ്പോൾ ഇതുപോലെ എനിക്ക് പണി കിട്ടിയതാണ്. അതുകൊണ്ട് ഈമാരെ ഒന്നും വിശ്വസിക്കരുത്. കൂടെ നിന്ന് പണിയിപ്പിക്കണം. എന്താ പണിയിപ്പിച്ചപ്പോ? താജ്മഹൽ പണി കഴിപ്പിച്ചപ്പോ. താജ്മഹൽ കേട്ടോ. അപ്പൊ ഇവിടുന്ന് ആരാണാവോ? ഷാജഹാൻ ചക്രവർത്തി. ഷാജഹാൻ ചക്രവർത്തി. നിനക്ക് എന്താടാ ഭ്രാന്താണോ? നീ മാമനെ കയറി എന്തോ ഈ വിളിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ
ആര് പറഞ്ഞു? മാമൻ അല്ല, മാമൻ പറഞ്ഞില്ല. ആ നിനക്ക് എന്താ എനിക്ക് എന്തോ പോലെ അങ്ങനെ തോന്നി, അങ്ങനെ പറഞ്ഞതാ. ആണോ? മാമൻ പറയുന്നത് എന്താ അറിയോ, പണി എത്രയും വേഗം തീർക്കണം. പിന്നെ എന്തേലും കട്ടയും മണലും ഒക്കെ ഇറക്കായിരുന്നു. അതെ, സാമ്പത്തികത്തിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇറക്കത്ത്. മണലിന്ന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നാളെ അങ്ങോട്ട് പണി തുടങ്ങാൻ പൊളിച്ചു കഴിഞ്ഞാല്. മണല് മാത്രം മതിയോ? പോരാ, പിന്നെ കട്ടയും വേണം. അപ്പൊ കട്ടയും മണലും ഏർപ്പാട് ചെയ്തോ? ബാക്കി കാര്യം ഞാൻ ഷാജഹാൻ ചക്രവർത്തി അല്ലല്ലോ സംസാരിക്കും. എന്താന്ന് വെച്ചാൽ ഏർപ്പാട് ചെയ്തോ? പൈസയുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട, അത് ഞാൻ ഏറ്റു. ഹലോ, ആ വേണുവേ, എടാ ഇന്ന് മണൽ ഇറക്കിക്കോ, കുഴപ്പമില്ല. എന്റെ ഈ പൈസ മാമൻ തരാന്ന് പറഞ്ഞു. ആ മാർബിൾ വേണമെങ്കിൽ അതുകൂടെ ഇറക്കി. മാർബിൾ അല്ല, മാർബിൾ ഈ കുറച്ച് പണി കഴിയട്ടെ, അത് കഴിഞ്ഞ് മതി മാർബിൾ. ഞാൻ അന്നത്തെ കാലത്ത് മാർബിൾ വെച്ചാണ് ഞാൻ പണിയെല്ലാം കഴിപ്പിച്ചത്. എന്തോ അല്ല, മാർബിൾ വേണോ? നിനക്ക് എന്താ? ഞാൻ മാമൻ തന്നെ. അപ്പൊ പിന്നെ കട്ടയും കൂടെ ഇറക്കി കേട്ടോ. ഓക്കെ, ഇന്ന് വൈകിട്ട് തന്നെ തരാം. 5 മണിക്ക് തരാം പൈസ. ഓക്കെ 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 പറഞ്ഞ ഏർപ്പാട് ചെയ്തോ? പറഞ്ഞ ഏർപ്പാട് ചെയ്തു. അപ്പൊ എത്ര മണിക്കാ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു? 5 മണിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. 5 മണിക്ക്? ഒരു 5:30 ആയ കുഴപ്പമുണ്ടോന്നൊന്ന് വിളിച്ചു. ഇല്ല, അത് ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. 5-അരമണിക്കൂറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അപ്പൊ മോനൊരു കാര്യം ചെയ്യണം. മോനൊരു 4-4:30 ആവുമ്പോ കുളിച്ചൊരുങ്ങി നമ്മുടെ ആലുവ മെട്രോ ഇല്ലേ, അവിടെ ചെന്ന് അവിടുത്തെ ഓഫീസിൽ ചെന്നിട്ട് ഇന്നത്തെ കളക്ഷൻ ഇങ്ങനെ തരാൻ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് പറയണം. ഓ ശരി. അല്ല, അത് എവിടുത്തെ കളക്ഷൻ എന്ന് പറഞ്ഞേ? ആലുവ മെട്രോ ഇല്ലേ, അവിടുത്തെ ഇന്നത്തെ കളക്ഷൻ ഇങ്ങനെ തരാൻ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയണം. മെട്രോയിലെ കളക്ഷൻ? അപ്പൊ ആര് പറഞ്ഞെന്ന് പറയേണ്ടത്? ഇവിടെ കൊച്ചി മേയർ പറഞ്ഞെന്ന് പറയാൻ. സീൽ വേണോ? മേയർ സീൽ അടിച്ച ലെറ്റർ പാഡ് വേണോ എന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തെ കളക്ഷൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, തരും. വേണുവേ, മണലും കട്ട ഇന്ന് ഇറക്കണ്ട. എന്താന്നോ, എനിക്ക് പ്രാന്ത്. ആരാന്നാ പറഞ്ഞു? മേയറല്ലേ? നിനക്ക് എന്ത് പറ്റും? നിന്റെ മാമനല്ലേ, നീ മാമനെ കയറി മേയർ എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ നൊടിയിടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടെന്ന് ഞാൻ എങ്ങനെ വിളിക്കും? മാമാന്ന് വിളിക്കോ മേയർ എന്ന് വിളിക്കോ? എന്തൊരു കഷ്ടമെന്ന് പറ. നിനക്കെന്താ ഭ്രാന്താണോ മോനെ? അടക്കണ കേട്ടോ. പിന്നെ ഇവിടെ എന്തുണ്ട് കഴിക്കാൻ? എന്തുണ്ട് കഴിക്കാൻ? എല്ലാം പച്ചക്കറികളുടെ കറികളാണ്. പച്ചക്കറിയേ ഉള്ളൂ? ഇറച്ചി ഒന്നും മേടിച്ചില്ലേ? ഇറച്ചി മേടിച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെ ഒരു പിടി? എനിക്കാണെങ്കിൽ ഇറച്ചി മീനും ഇല്ലാതെ ചോറ് ഇറങ്ങത്തില്ല. അപ്പൊ ഇന്ന് ഇറച്ചി മേടിച്ചില്ലേ ഇവിടെ? ഇല്ല. നിനക്ക് ഇറച്ചി വേണോ? കിട്ടിയായിരുന്നു കൊള്ളായിരുന്നു. വേണമല്ലേ? ഒരു കാര്യം ചെയ്യ്, ഇത് പറ്റി നമുക്ക് ഫ്രൈ ചെയ്യാം. പേടിക്കുന്നത് നിനക്ക് എന്താണ് പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എന്റെ അച്ഛാ, ഇയാളെ പുന്നാരിപ്പിക്കാൻ ചെന്ന് ഇങ്ങനെ വായിരിക്കുന്ന കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൈ വെട്ടിയെടുത്തേനെ. അച്ഛാ, വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നു, വല്ലതും കഴിക്കാൻ നോക്കൂ. വെള്ളം ചൂടാക്കി വെച്ചേക്കുന്നു. ഞാനേ ഒന്ന് പള്ളി നീരാട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം. എങ്ങനെ? പള്ളി നീരാട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ വരാമെന്ന്. അപ്പൊ ഇതാരാ? സ്വാതി തിരുനാൾ. എനിക്ക് പോകാനുള്ള പല്ലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഇദ്ദേഹമുള്ള എന്റെ കുടുംബത്തിൽ വരാൻ, ബാക്കിയുള്ളവരെല്ലാം വന്നു. ഞാൻ വന്നതിന്റെ ആവശ്യത്തിൽ അളിയനെ കണ്ടില്ല. എങ്ങനെയുണ്ട്? നല്ലല്ലേ? അളിയ അങ്ങനെ പറയരുത്. പടക്ക കച്ചവടം എന്ന് പറഞ്ഞാൽ താഴ്ത്തി കെട്ടരുത്. അതായത് ഫയർ വർക്ക് മാനേജർ, ഫയർ വർക്ക് അല്ല, ഫയർ വർക്ക് മുതലാളി. അങ്ങനെ പറയൂ. കാര്യം നമ്മൾ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യണം. അളിയൻ ഈ മുണ്ടൊക്കെ അങ്ങ് മാറ്റണം, പേഴ്സണാലിറ്റി വരണമെങ്കിൽ. ഈ മുണ്ടങ്ങ് മാറ്റി കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി വരുമല്ലോ. അയ്യോ, അങ്ങനല്ല, മുണ്ട് മാറ്റി പേഴ്സണാലിറ്റി വരില്ല. ഈ മുണ്ട് മാറ്റി പാൻ്റൊക്കെ ഇട്ട് ഇൻഷർട്ട് ചെയ്ത് നിൽക്കണം. നമ്മളെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യണം. അതിനൊരു കഥ പറഞ്ഞുതരാം. ഇന്ന് സംഭവിച്ചൊരു കഥയാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ കയറുകയാണ്. ഞാൻ നേരെ കമ്പാർട്ട്മെന്റിൽ കയറുന്നു. ഞാൻ ഈ ഡ്രസ്സിംഗ് ആണല്ലോ, നല്ല പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അപ്പൊ അവർ അവിടെ ഇരുന്നവരെല്ലാം എന്നെ കണ്ടു ഒരു ചിരി. എന്തുകൊണ്ട്? എന്റെ ഡ്രസ്സിംഗ്, എന്റെ പേഴ്സണാലിറ്റി. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ടാക്സി വിളിച്ചപ്പോൾ ടാക്സി സ്റ്റാൻഡിൽ ഇരുന്നവരൊക്കെ എന്നെ കണ്ടിട്ട് ഒരു ചിരി. എന്തുകൊണ്ടാ? എന്റെ പേഴ്സണാലിറ്റി, എന്റെ ഡ്രസ്സിംഗ്, അതാണ്. എന്നിട്ട് ഞാൻ ആട്ടോയിൽ കയറി, എവളും ഞാനും കൂടെ. അല്ലടി, അവിടെ നിന്നവരെല്ലാം എന്നെ നോക്കി ഒരു ചിരി. എന്തുകൊണ്ട്? എന്റെ പേഴ്സണാലിറ്റി അതാണ്, അത് നമ്മൾ കീപ്പ് ചെയ്യണം. അളിയാ, അത് അളിയന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടൊന്നല്ല. അളിയൻ കണ്ണൂരിന്ന് ഇവിടെ വരെ പാൻറ് ടീം ചെയ്ത് പാൻറിന് സിപ്പില്ല വന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് പൊളിക്കാനിട്ടിരിക്കുന്ന തറവാടാണല്ലോ. ഇതിനകത്തുനിന്ന് പൊളിക്കുന്ന സമയത്ത് വളരെ പഴക്കം ചെന്നതാണ്. സ്വർണ്ണക്കിണ്ടി, സ്വർണ്ണക്കുടം, ഇതൊക്കെ കിട്ടും.
ഇത് എനിക്കൂടെ കിട്ടണം, എനിക്കൂടെ അവകാശപ്പെട്ട പിന്നെ കിട്ടുവാ നീ എന്തായാലും പകുതി അളിയിൽ തരും. വേണം. എടി 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 നീ എന്നെ കണ്ടിട്ട് ഇത്രയും മോഹമായിട്ട് നിൽക്കുന്നത്? എനിക്ക് ചേട്ടനോട് ഒരു ദേഷ്യമില്ല. പിന്നെ എന്റെ ദേഷ്യം മൊത്തം ഇയാളോടാ. അതെന്തിനടി? ചേട്ടൻ അറിയാലോ, ഞങ്ങക്ക് 2 പടക്കക്കടയുണ്ട്. ഉണ്ട്. അതില് 2 ഇയാളുടെ പേര് തന്നെ ഇട്ടേക്കുന്നേ. ഇപ്പൊ 3ാമത് ഒരെണ്ണം തുടങ്ങാൻ പോകുന്നു. അതിനെങ്കിലും എന്റെ പേരിടണ്ടേ? അത് ഇയാൾ സമ്മതിക്കണില്ല ഏട്ടാ. മോശമല്ലോ അളിയാ. ഈ 2 കടക്ക് അളിയന്റെ പേരിട്ട് 3ാമത്തെ കടക്കെങ്കിലും എവിടെ പേരിടണ്ടേ? അളിയാ, ഞാൻ 2 സ്ഥലങ്ങളിലായി ഞാൻ 2 പടക്കക്കട ഇട്ടു. എന്റെ പേരെന്താ? സുനി. സുനി ആണല്ലോ, അതിന് ഞാൻ എന്റെ പേരിട്ടു. ഈ 2 സ്ഥലങ്ങളിൽ ചെന്നിറങ്ങുമ്പോ എന്നെ വിളിക്കുന്നത് പടക്കം സുനി എന്നാണ്. 3ാമത് കട എവളെ പേര് മിനി. ഞാൻ അതിനിടും. ആൾക്കാർ എന്ത് വിളിക്കും? പടക്കം മിനി. ഇത് വേണ്ട അളിയാ. പിന്നെ ഇതിവിടെ വെച്ചേക്കട്ടെ കേട്ടോ. അളിയ പെട്ടിക്കത്തണ്ടല്ലേ? ഇത് എന്റെ 10 മാസത്തെ കാത്തിരിപ്പ്. അയ്യോ, കുഞ്ഞിനെ പെട്ടിക്കത്തന്ന് കൊണ്ടുവന്നേ. വാവേ. അയ്യോ കുഞ്ഞല്ല. പിന്നെ ഇത് ഞാൻ 10 മാസം കൊണ്ട് കണ്ടുപിടിച്ച ഒരു പ്രത്യേക തരം ഗുണ്ട. ശരി, അതെടി. അതിന്റെ ട്രിക്ക് ഞാൻ വൈകിട്ട് അളിയനെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, അച്ഛന്റെ സ്വഭാവമൊക്കെ അറിയാലോ. അങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കും ഇത്. ഞാനിത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ചേനയാണെന്ന് പറയാം. ചേനയാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പുള്ളിക്ക് പച്ചക്കറികൾ ഭയങ്കര ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? മാംസാദികളോടാ ഇഷ്ടം. അത് കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, അമ്മാവനില്ലേ ഇവിടെ? അമ്മാവനെ നീ വിളി. നീ ആയിട്ട് കോമ്പിനേഷൻ ശരിയാവും, കറക്റ്റ് ആവും. ആണോ? അമ്മാവനോട് നീ വാടി. അല്ല നമുക്ക് അല്ലല്ല, അമ്മാവനെ വിളിക്കുന്നു. ആ സുനിയായിരുന്നോടാ. നിനക്ക് പനിയായിരുന്നു എന്നൊക്കെ പറയുന്ന. അല്ല, അതൊക്കെ മാറിയായിരുന്നു. മാറിയാ? ഇതെന്നാ ഈ ബാഗിനകത്ത്? ബാഗിനകത്ത് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഇവിടെ കറി വെക്കാൻ ചേന. കണ്ണൂരിൽ ചേന കൊണ്ടുവന്നാണ്. പിന്നെ നിന്റെ പടക്ക കമ്പനിയൊക്കെ എങ്ങനെ പോകുന്നത്? നല്ല രസകരമായിട്ട് പോകുന്നു. നന്നായിട്ട് പൊട്ടുന്നുണ്ടോ? പൊട്ടി തകരുവാണ്. അതുകൊണ്ട് എനിക്ക് ലാഭമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഏത് ബിസിനസിനും ആവശ്യം വേണ്ടത് പറയാം. ആ ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പരസ്യം ചെയ്യണം. അയ്യോ, ഞാൻ ചെറിയ തോതിലുള്ള ഒരു പരസ്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ചെറിയ തോതിലുള്ള പരസ്യം ചെയ്തിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ പരസ്യം ചെയ്താലേ ആ ബിസിനസ് വിജയിക്കത്തുള്ളൂ. ആണോ? അപ്പൊ നിന്റെ കമ്പനിക്ക് ഒരു പരസ്യം നീ ചെയ്യണം. ചെയ്യാം. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നല്ലൊരു പരസ്യം ചെയ്യാം. പക്ഷേ പൈസ കുറഞ്ഞ പരസ്യം വല്ലതും ആണെങ്കിൽ അത് പറ്റത്തില്ല. നല്ല കാശ് മുടക്കി തന്നെ ചെയ്യണം. നമുക്ക് ഹിന്ദിയിൽ നിന്ന് അഭിഷേക വെച്ചിനെ വെച്ച് നമുക്ക് പരസ്യം ചെയ്യാം. അയ്യോ, അവരൊക്കെ വന്നാൽ ഒത്തിരി പൈസയാകും നിന്റെ പടക്കക്കട. പൈസയൊന്നും ആകത്തില്ലെന്ന്. അഭിഷേകം വെച്ച വന്നു കഴിഞ്ഞാൽ പൈസയാകും. ഇവിടെ പൈസ ആകത്തില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്? അഭിഷേകം വെച്ച വന്നാൽ പൈസയാവും. അവന്റെ തന്ത പറഞ്ഞാൽ അവൻ പൈസ മേടിക്കോ? അമിതാഭ് ബച്ചൻ? ഞാൻ അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ പൈസ മേടിക്കോ? നിനക്കെന്താ പ്രാന്താണോ? നീ എന്നെ എന്താ വിളിക്കുന്നത്? എന്താണ് വെളവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലടാ. ചുമ്മാ നിന്ന് വായി തോന്നുന്നു നമുക്ക് വിളിച്ചു പറയാം. മാമ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താന്ന്? മാമൻ ഇടയ്ക്കിടയ്ക്ക് ആള് മാറുന്നു. ഞാനോ? ആള് മാറുന്നു. അതെന്താ വിഷയം എന്താണെന്നറിയോ? എന്താ വിഷയം? അത് ഭ്രാന്താണ്. എനിക്കോ? പിന്നെ സൈക്കോ പ്രോബ്ലമാണ്, മെന്റൽ പ്രോബ്ലമാണ്. എനിക്കും അങ്ങനെ തോന്നിയുടെ ഇടയ്ക്ക്. അത് നല്ലൊരു മാറുന്നതായിട്ട് എനിക്കും ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടല്ലോ. അത് മാറാൻ ഒരു വഴിയുണ്ട്. എന്താണ് മാർഗം? നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ മതി. സൈക്കിൾ ആർട്ടിസ്റ്റ്? നമ്മുടെ ശങ്കരൻ ഇവിടെ സൈക്കിളേറ്റിനൊക്കെ പോകുന്ന ആളാണ്. അവനെ പോയി കണ്ടാൽ മാറുമോ? സൈക്കിൾ ആർട്ടിസ്റ്റ് അല്ല, പിന്നെ സൈക്കാട്രിസ്റ്റ്, അതായത് മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇത് മാറും. മാറുമല്ലേ? ഇത് മാറും. പിന്നെ എത്രയും വേഗം നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് കാണാം. അത് മാത്രവുമല്ല, സ്വയം ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ ഒന്ന് പുറത്തു വരെ പോയിട്ട്. ആയിക്കോട്ടെ. യുവമാർക്കൊക്കെ പ്രാന്താന്ന് തോന്നുന്നു. ചേനയെങ്കിൽ ചേന. ഇത് കൊണ്ടുപോയി കറി വെക്കണം. ഇവരാടും ഇല്ലേ? ഇവിടെ ഉണ്ടല്ലോ. എന്നോട് വിശേഷം? നല്ല വിശേഷം. ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. നിങ്ങളൊരു എഞ്ചിനീയർ, ഒരു മനുഷ്യനാണോ? എഞ്ചിനീയർ. നിങ്ങളെ ഞാൻ വന്നിട്ട് കണ്ടില്ല, നിങ്ങളെ വിളിച്ചില്ലെന്ന് പറഞ്ഞ എന്റെ ഭാര്യ ദിവസം എന്നെ ചീത്ത വിളി അറിയോ? ചെവി പഞ്ഞു വെച്ചോണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ലടാ, എനിക്ക് തിരുവനന്തപുരത്തും ഉണ്ടോ സൈറ്റ്. ഇല്ല, പ്രതാപേന്ദ്രൻ നല്ല പേര്. പീതാംബരൻ. സംസാരം കണ്ട അങ്ങനെ തോന്നുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഇവിടുത്തെ പ്ലാൻ ചെയ്യാൻ ഈ വീടൊന്ന് പൊളിക്കണം, എന്നിട്ട് പുതിയൊരു വീടിന്റെ പ്ലാൻ സ്കെച്ച് ചെയ്യണം. അയ്യോ, വീട് നമ്മള് ഇവിടെ വീട് പണിയരുത്. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു പ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ടോ? അയ്യോ, സാറിന് ഫ്ലോട്ട് ഉണ്ടായിരുന്നു? അയ്യോ, കഴിഞ്ഞ മാസം വരുന്ന കാവൽ ഉത്സവം, സാറിന് ഫ്ലോട്ട് ഉണ്ടായിരുന്നു. ഞാൻ അതങ്ങ് അറേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞ ആ ഫ്ലോട്ട് അല്ല. പിന്നെ എനിക്ക് ഫ്ലാറ്റിന്റെ ഒരു ഫ്ലോട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 3ാം നില നിങ്ങൾക്ക് ഞാൻ അങ്ങ് തരുവാ. 3ാം നില നിങ്ങൾക്ക് തരും. ഈ വീടൊക്കെ വെറുതെ പണിത് പൈസ കളയണ്ട. ഇപ്പൊ സ്റ്റൈല് വേറെ അല്ലേ? അതാണല്ലേ? എനിക്ക് അങ്ങനെ ചെറിയൊരു ആഗ്രഹം ഉണ്ട്. പണ്ടുള്ള ആഗ്രഹമാണ്. നമ്മൾ വീട് വെക്കുമ്പോൾ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് വീടിന്റെ നടുക്കൊരു കിണർ, മുറ്റത്ത്
മുറ്റത്ത് സെൻട്രലായിട്ട് ഒരു കിണർ വേണം. കിണറോ? പിന്നെ അതിന്റെ അടുത്തായിട്ട് ഒരു മാവ്, ഇങ്ങനെ ഒരു മാവ്. മാങ്ങ പഴുത്ത മാങ്ങ താഴെ പോകാതിരിക്കാനാണ്. അതല്ല, മാവ് ഇങ്ങനെ നിൽക്കണം. മാവ് ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിൽക്കണം. പിന്നെ വേറെ പിന്നെ ഒരു എരുത്തിൽ വേണം. ഈ പശുവിന്റെ തൊഴുത്ത്. അതെന്റെ 4 സിന്ധി പശുക്കളും 4 മുട്ടനാടും 3 പെട്ടയാടുകളും. അങ്ങനെ വലിയ സന്തോഷമായിരുന്നു. ഓഹ്, ഇവനെയൊക്കെ എന്നാ ചെയ്യണേ? ഇവിടെ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? വീടിന്റെ മേളിൽ വീട്. അവിടെ കൊണ്ട് നിങ്ങളുടെ മിറ്റം എരുത്തിലൊക്കെ കെട്ടാൻ പറ്റും. അത് പറ്റില്ല. അത് പറ്റാൻ പറ്റില്ല. എന്നാൽ പിന്നെ അത് പൊട്ടുന്ന. ബാക്കി സാറിന്റെ പ്ലാനിങ് പറഞ്ഞോളൂ. എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യത്യസ്തമായ രീതിയിൽ പാശ്ചാത്യ രാജ്യത്തുള്ള സംസ്കാരം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ്. ശരി, ആയിക്കോട്ടെ. അതായത് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഇത് കാർ പോർച്ചാണിത്. ഇതാണ് കാർ പോർച്ച്. ഈ കാർ പോർച്ചൊക്കെ നമ്മൾ വീട്ടിൽ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോ തന്നെ ഇവിടെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ്. അതിനെ കാർ പോർച്ചിൽ യൂറോപ്യൻ ക്ലോസറ്റ്. അതാണ്, അത് നല്ലൊരു പോയിന്റ് ആണ്. നിങ്ങളിപ്പോ യാത്ര ചെയ്ത് വളരെ വിഷമിച്ച് വരുവാണ്, യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി വളരെ വിഷമിച്ച് വരുവാണ്. ഈ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മൂത്രം ഒഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ കവുങ്ങിൻ്റെ അടുത്തും പ്ലാവിൻ്റെ അടുത്തും മാവിൻ്റെ അടുത്തും പോയി കവച്ച് നിൽക്കേണ്ടി വരും. മനസ്സിലായോ? അല്ല, അത് വേണ്ട. നമ്മളവിടെ നിന്നാലും അങ്ങനെ നിന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ കാർ പോർച്ചിൽ കയറുമ്പോൾ തന്നെ ഒരു ക്ലോസറ്റ്, അതൊരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം, അതായത് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ നടുക്ക് ഇവിടെ ആയിട്ടൊരു യൂറോപ്യൻ ക്ലോസറ്റും കൊടുത്താൽ അങ്ങനെ നടുക്കാണ്. അപ്പൊ കട്ടിലൊക്കെ ഇവിടെ ഇടും. കട്ടിൽ ഈ സൈഡിലേക്ക് മാറ്റിയിടും. ഇവിടെ വരും. അത് കൊള്ളാം. അല്ല, അത് നന്നായിരിക്കും. അതായത് ഈ ബെഡ്റൂമിന്റെ നടുക്ക് ക്ലോസറ്റ്, ഇപ്പുറത്ത് കട്ടില്. അപ്പം ഇങ്ങനെ കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ മറിഞ്ഞ് അങ്ങോട്ടങ്ങ് ഇരുന്നാൽ മതി. അപ്പൊ അതൊരു ഉപകാരമാണ്. എന്റെ പൊന്ന് സാറേ, ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? സൈഡിലോട്ട് മാറ്റി ഒരു റൂം തിരിക്കണം. അവിടെ മതി. ഇത് എന്റെ പ്ലാൻ അല്ല കേട്ടോ, നിങ്ങളുടെ പ്ലാൻ അത്. അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഇപ്പുറമായിട്ട് നമുക്ക് ഒരു ബാത്റൂം, അവിടെ ഒരു TV, AC, ഒരു യൂറോപ്യൻ ക്ലോസറ്റ്. അപ്പൊ അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് സമ്മതിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ബെഡ്റൂമിലെ കാര്യം സാധിച്ചിട്ട് ഈ ബാത്റൂമിൽ വന്ന് ഉറങ്ങാം. അത് സ്റ്റാൻഡേർഡ്. എന്താ മനുഷ്യ, എന്ത് സാറേ കാണിക്കുന്നത്? സാറിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് പറയാം. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സാറിനെ കൊണ്ട് എന്തായാലും ഈ വീട് പൊളിച്ചിട്ട് ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് തരാനോ സാറിനെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം ചെയ്യും, ഇത് പൊളിക്കാൻ എങ്ങനെ സഹായിക്കാൻ പറ്റും അതൊന്നും ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് പൊളിക്കാൻ സൂപ്പർ ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. അയ്യോ അയ്യോ നീ കണ്ണൂരിൽ നിന്നൊരു ചേന കൊണ്ടുവന്നില്ലേ? അത് ഞാനൊന്ന് പുഴുങ്ങാൻ ശ്രമിച്ചതാ. എന്റെ മുടിഞ്ഞ കാല ഞാൻ 10 മാസം കുത്തിയിരുന്നുണ്ടാക്കിയതാ. വെള്ളത്തിൽ ഇട്ടാ പൊട്ടുന്ന ഗുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചത്തതാണോ ബോധം കെട്ടതാണോ എന്നറിയത്തില്ല. അകത്തെല്ലാം കൂടെ ചിന്നിച്ചിതറി കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമാക്കാരൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എടാ മാത്താ പോത്താ കുപ്പി അപ്പി. വിളിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ സുരാജേട്ടനെ നമ്മൾ വിളിച്ചു വരുന്ന ഗസ്റ്റുകളാ. നീ എന്ത് പരിപാടിയാ കാണിക്കുന്നേ? ഞാൻ കോട്ടയം കുഞ്ഞച്ചനാണെന്നേ. നീ കോട്ടയം കുഞ്ഞ് അച്ഛനാവാറാവുമ്പോ പറയാം. കാര്യം നമ്മുടെ സ്വന്തം പയ്യനാ. ഇതിവിടെ ഗെയിമുമായിട്ട് വരുന്നതാണ്. വരുമ്പോ അവനൊരിച്ചിരി ഹൈപ്പിലേ വരുള്ളൂ. അതുകൊണ്ട് ശീലമായി പോയി. തന്നോളൂ, ഗെയിം പ്രസന്റ് ചെയ്തോളൂ. ആയിക്കോട്ടെ, സമ്മാനമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ശരി, എന്നാ സൈഡിലോട്ട് മാറി നിന്നോ. ഓക്കെ, ഞാൻ ഇവിടെ റേഞ്ച് കൂടുതൽ. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തരുത്. അവൻ MA കഴിഞ്ഞ് നിൽക്കുവാ. കുട്ടി വാത്സല്യത്തോടു കൂടിയാ ചേർത്ത് വെക്കുന്നത്. പക്ഷെ അവന്റെ മനസ്സിലേക്ക് വേറെയാ. ഇന്നാളൊരു ഏതൊരു സെലിബ്രിറ്റി ഇതേമാതിരി ഇങ്ങനെ എടുത്തപ്പോ സുരാട്ടൻ പ്രായം പറഞ്ഞിട്ട് അവരെ നിർത്തി. അവസരം നഷ്ടപ്പെടുത്തരുത്. മറക്കില്ല ഞാൻ. നമ്മുടെ ഇന്നത്തെ ഈ ഗെയിമിന്റെ പേരാണ് ഞാനൊരു പാട്ട് പാടാം. ഞാനൊരു പാട്ടു പാടാം എന്ന് വെച്ചിട്ട് ഞാൻ പാടില്ല, നിങ്ങൾ ആരും പേടിക്കണം. ഈ ബാക്കിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. അതിന്റെ വിഷ്വൽ അവിടെ ഉണ്ടാവും, അങ്ങോട്ടേക്ക് നോക്കാൻ പാടില്ല. ആ പാട്ടിന്റെ ഒരു BGM സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടിട്ട് പാട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിം. ചാടി ആദ്യം പാട്ട് പറയല്ല വേണ്ട, കൈ പൊക്കണം. ആദ്യം കൈ പൊക്കുന്നവർക്ക് നമ്മൾ ചാൻസ് തരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സോങ് വരാൻ പോവാണ്. ഏതാണെന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. യെസ്,
അവിടെ കൈപൊക്കി. ഡയനക്കാണ് ഫസ്റ്റ് ആൻസർ. ഏതാണ് പാട്ട്? എന്തിന് വേറൊരു പാടിക്കോ. സൂര്യോദയം. അപ്പൊ റൈറ്റ് ആൻസർ ആണ് എന്തിന് വേറൊരു സൂര്യോദയമായിരുന്നു. നമ്മൾ രണ്ടാമത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ഏതാണ് ആ പാട്ട്? ഗസ് ചെയ്യണം കേട്ടോ. ശ്രമിക്കാം. സെക്കൻഡ് സോങ്. അയ്യോ, ഇതെന്തായാലും സാനിയ പറയും, പറയേണ്ടതാണ്. സാനിയ പറയൂ. ആകാശം. ആ ഡിക്യൂന്റെ പാട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും പറയാറുണ്ട് ഭയങ്കര മോശമായി. ഓക്കെ, നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോവാം. കുരുത്തക്കേടിന്റെ കൂടാണ് അടുപ്പക്കാരന് തേനാണ് വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ് വിടുവിടുക്കുള്ളത്. നമ്മൾ തോറ്റേ. നമ്മുടെ ഡയാന ഹമീദ് വിജയിച്ചിരിക്കുകയാണ്. യുവി എന്ന നമ്മുടെ സ്വത്തുമണി ഇവിടെ വന്ന് ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുടെ റിയൽ രൂപത്തിൽ ഒന്ന് കാണണം നമ്മളൊരു ആഗ്രഹം പറഞ്ഞു. ആൻഡ് സ്വത്തുമണി വീണ്ടും വരുന്നുണ്ട് ഒറിജിനൽ രൂപത്തിൽ, നല്ല സുന്ദരി കുട്ടിയായിട്ട്. സ്വത്തുമണി സ്വത്തുമണി എന്തേലും പറയാനുണ്ടോ? സിനിമയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയ്ക്ക് വിളിച്ചു, പുതിയൊരു സിനിമയ്ക്ക്. സിനിമയുടെ പേര് രാക്ഷസ രാവണൻ. ആ സിനിമയിൽ തകർത്ത് അഭിനയിക്കണം കേട്ടോ. മോളെ കൊണ്ട് കഴിയും. പിന്നെ വലുതാവുമ്പോ ലാലേട്ടന്റെ നായികയാകാം കേട്ടോ. പറഞ്ഞു ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടനെ നായികയായിട്ട് വിളിച്ചാ പോവില്ലേ? എന്നാ പറയും ലാലേട്ടൻ എന്നെ വിളിക്കണേന്ന് പറയും. ലാലേട്ടൻ എന്നെ വിളിക്കും, വിളിക്കും എന്റെ നായികയായിട്ട് വിളിക്കും. ദുൽഖറിന്റെ നായികയാവണോ? ലാലേട്ടന്റെ ലാലേട്ടന്റെ നായികയായാൽ മതി. ഞാൻ ഇത് ലാലേട്ടനോട് പറയും കേട്ടോ. ഓക്കെ, ശരി. ഇനി മോള് ഡാൻസ് കളിക്കോ? ശരി, എന്നാ തകർപ്പൻ ഒരു ഡാൻസ്. ராஜாவுக்கு ஒரு அப்பாவி ராணி கட்ட பார்த்தா போதும் அம்மானி பாணி. யாரம்மா அது யாரம்மா, யாரம்மா அது யாரம்மா. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി. മോള് റബ്ബർ പാല് കുടിച്ചിട്ടാ നിൽക്കുന്നത്. എന്താ കെറുപ്പത്. അസലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന വീട്ടിലെ മാതാപിതാക്കൾക്ക്, പിന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. ആ ചേച്ചി നല്ല ഡാൻസറാണ്. സാനിയ ചേച്ചിയുടെ കൂടെ കളിക്കുന്നോന്ന് ചോദിച്ചേ. ചേച്ചിയോടൊപ്പം ഡാൻസ് ചെയ്യുന്നു ഇല്ല, കാണുന്നുണ്ടോ? ശരി, എന്റെ ചേച്ചി വന്ന് 2 സ്റ്റെപ്പ് ഈ സെയിം പാട്ടിന്റെ കൂടെ കൂടെ ചേച്ചിയുടെ ഡാൻസ് ഒന്ന് കാണണം. കളിക്കാൻ പറ്റില്ല, എന്തായാലും ചെറുതായിട്ട് എന്തായാലും അവളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ராஜாவுக்கு ஒரு அப்பாவி ராணி அவன் வேலை கட்ட பார்த்தா போதும் அம்மானி பாணி. யாரம்மா அது யாரம்மா, யாரம்மா
ലൂസിഫർ എന്തായാലും തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. ലൂസിഫറിന്റെ വിശേഷം പങ്കുവയ്ക്കുവാനാണ് സാനിയ എത്തിയിരുന്നത്. ലൂസിഫർ അടിപൊളിയായിട്ട് പോവുകയാണ്. ഇനിയിപ്പോ ഒരു ട്രോള് പോലും വന്നിട്ടില്ല. ട്രോള് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ട്രോള് വരുന്നെങ്കിലേ ഉള്ളൂ. എന്തായാലും ആരും ട്രോളും ഇല്ല. ഉഗ്രൻ സിനിമയാണ്, നല്ല പെർഫോമൻസും ആണെന്നാണ് കേട്ടത്. സിനിമ ഞാൻ കണ്ടിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗാംബ്ലറിന്റെ വിശേഷം പങ്കുവയ്ക്കുവാൻ ഇനി ഇവർ രണ്ടുപേരും അല്ല, ഒരാളും കൂടെ എത്തി. മറ്റാരുമല്ല, ഗാംബ്ലർ എന്ന സിനിമയുടെ സംവിധായകൻ ടോം ഇമ്മട്ടിയുടെ മകൻ ജോർജ് ഇമ്മട്ടി. എങ്ങനെയുണ്ട് പുതിയ അച്ഛനും അമ്മേ? കുഴപ്പമില്ല. മോൻ ഏത് ക്ലാസ്സിലാ? ഈ അഭിനയമൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന്? അച്ഛനാണോ? പിന്നെ ഈ ശരിക്കും അച്ഛനും അമ്മയാണോ നല്ലതായിരുന്നത്, അത് ഈ അച്ഛനും അമ്മയാണോ, സിനിമയിലെ അച്ഛനും അമ്മയാണോ? വളരെ പ്രസക്തമായ ജോലി. എന്റെ ടോം ഇമ്മട്ടി കണ്ട കൊച്ചു കുട്ടികൾ സത്യം പറയുന്നത് കണ്ടോ? മകനെ നിങ്ങൾ വീട്ടിലിട്ട് പീഡിപ്പിക്കോ? ശരിക്കും പറയടാ, അച്ഛൻ ഒറിജിനൽ അച്ഛൻ വരട്ടുവോ, പേടിപ്പിക്കോ? സ്കൂളിൽ പോയില്ലെങ്കിൽ ആരാണ് വഴക്ക് പറയുന്നത്? അമ്മയാണോ അച്ഛനാണോ? അമ്മ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആരാ വഴക്ക് പറയുന്നത്? അമ്മ. എല്ലാം അമ്മയാണോ വഴക്ക് പറയുന്നത്? അപ്പനും പറയാം. അപ്പ എന്തിനാണ് വഴക്ക് പറയുന്നത് മോനെ? ആരൊക്കെ ആയിട്ടാ തല്ലുകൂടുന്നത്? വീട്ടിൽ മൊത്തം എത്ര പേര്? 4 പേരാ? 4 പിള്ളേരാ? മിസ്റ്റർ ടോം ഇമ്മട്ടി. അപ്പൊ ഇവരെല്ലാരും കൂടെ അടി ഉണ്ടാക്കോ? അന്നേരം ഇതിന്റെ ഗ്യാപ്പിലൊക്കെ എങ്ങനെയാ നീ സിനിമ ചെയ്യാൻ പോണത്? എന്തായാലും ഇത് ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറട്ടെ എന്ന് അങ്ങേറ്റം ആശംസിക്കുന്നു. അതുപോലെ തന്നെ താങ്കളുടെ പാഷനായിട്ട് ഇത് കൊണ്ട് കിടക്കുക, ഏത് ആങ്കറിങ്, പിന്നെ അഭിനയം, അത് പ്രൊഫഷൻ, മറ്റേ പാഷൻ. അതുപോലെ സാനിയയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ DQന്റെ കൂടെയുള്ള സിനിമ എന്ന ആഗ്രഹം സഫലമാവട്ടെ. അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതിലും കൂടുതൽ ചിരിയോടെ സന്തോഷത്തോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.